ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു പ്ലീസ് അറ്റൻഷൻ ഹിയർ. അപ്പം ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ ഒന്നാമത്തെ ഒരു സ്റ്റോറിയിലെ കിസ്സിങ് ഹാൻഡ് എന്ന് പറയുന്ന സ്റ്റോറി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തതായിട്ട് അതിലൊരു പോയം കൊടുത്തിട്ടുണ്ട്. എ ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു പോയമാണ്. അപ്പം ആ ഒരു പോയത്തിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. അപ്പം നമുക്ക് നേരെ എന്തായാലും പോയത്തിലേക്ക് പോയാലോ. അപ്പം നമ്മുടെ പോയത്തിൻ്റെ പേരെന്താണ്? എ ഫ്രണ്ട്. ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ കൂട്ടുകാരാണെന്ന് എല്ലാവർക്കും അറിയാലോ അല്ലേ? ഫ്രണ്ട്സ് എല്ലാവർക്കും ഉണ്ടായിരിക്കും. അപ്പം നമ്മുടെ പോയം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതിലോട്ട് പോകുന്നതിന് മുന്നേ ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങളോട് ചോദിക്കാൻ വേണ്ടിയിട്ട് തന്നിട്ടുണ്ട്. യു ഹാവ് മെനി ഫ്രണ്ട്സ് ഹാവൻ യു? നിങ്ങൾക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഇല്ലേ എന്നാണ് ആദ്യം ചോദിക്കുന്നത്. പിന്നെയോ, വാട്ട് ക്വാളിറ്റീസ് ഡു യു ലൈക്ക് ഇൻ ദം? എന്ത് ക്വാളിറ്റിയാണ് നിങ്ങൾക്ക് അവരിൽ ഇഷ്ടം? ആൻഡ് നൗ റീഡ് ദ പോയം എബൌട്ട് എ ട്രൂ ഫ്രണ്ട്. അപ്പം നിങ്ങൾക്ക് ഒരുപാട് കൂട്ടുകാരില്ലേ? നിങ്ങളുടെ ഫ്രണ്ട്സിൽ നിങ്ങൾക്ക് എന്ത് ക്വാളിറ്റിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? അതൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ അല്ലേ? എല്ലാവർക്കും എന്തായാലും ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും. അവർക്കൊക്കെ ഒരുപാട് ക്വാളിറ്റീസും ഉണ്ടായിരിക്കും. നൗ റീഡ് ദ പോയം എബൌട്ട് എ ട്രൂ ഫ്രണ്ട്. അപ്പം നമ്മളിപ്പോൾ വായിക്കാൻ പോകുന്നത് അല്ലേ, ഈ ഒരു പോയമിൽ എന്താണുള്ളത്? ഒരു ട്രൂ ഫ്രണ്ട് അല്ലേ, ഒരു സത്യസന്ധനായിട്ടുള്ള കൂട്ടുകാരനെ കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ നല്ലൊരു കൂട്ടുകാരനെ കുറിച്ചിട്ടുള്ളൊരു പോയമാണിത്. അപ്പം നമുക്ക് എന്തായാലും നേരെ പോയത്തിലോട്ട് പോവാം. ആദ്യം എന്തായാലും നമുക്ക് പോയം ഒന്ന് വായിച്ച് നോക്കിയാലോ. അപ്പം നമ്മൾ ഓരോ വാക്കും ഇവിടെ ഒന്ന് പറയുന്നുണ്ട്, എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ. എ ഫ്രണ്ട്. എ ഫ്രണ്ട് ഈസ് വൺ ഹൂ സ്റ്റാൻഡ്സ് ടു ഷെയർ your every touch of grief and care. He comes by chance but stays by choice. Your praises he is quick to voice. No grievous fault or passing whim can make an enemy of him. And though your need be great or small, his strength is yours throughout it all. No matter where your path may turn, your welfare is his chief concern. No matter what your dream may be, he prays your triumph soon to see. There is no wish your tongue can tell, but what it is your friends as well. The life of him who has a friend is double guarded to the end. അപ്പോൾ ഇതാണ് നമ്മുടെ പോയം വരുന്നത്. ഇനി നമുക്കിതിൻ്റെ മീനിങ്ങിലോട്ടൊന്ന് പോയി നോക്കാം. അപ്പം നമുക്ക് നമ്മുടെ ഒന്നാമത്തെ ആ ഒരു സ്റ്റാൻസ് നോക്കാം. A friend is one who stands to share your every touch of grief and care. He comes by chance but stays by choice. Your praises he is quick to voice. A friend is one who stands. A friend എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടുകാരൻ who stands to share your every touch of grief and care. ഒരു കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലായ്പ്പോഴും നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാളായിരിക്കും അല്ലേ? ഇപ്പം നമ്മുടെ കൂട്ടുകാരൊക്കെ നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിൽക്കുന്ന ഒരാളായിരിക്കും. ഇവിടെ പറയുന്നത് എന്താണ്? എ ഫ്രണ്ട് ഈസ് വൺ ഹൂ സ്റ്റാൻഡ്സ് ടു ഷെയർ. ഒരു കൂട്ടുകാരൻ എന്ന് പറയുന്നത് നമ്മുടെ കൂടെ നിൽക്കുന്ന ആളായിരിക്കും. എന്നിട്ടോ, യുവർ എവരി ടച്ച് ഓഫ് ഗ്രീഫ് ആൻഡ് കെയർ. ഗ്രീഫ് എന്ന് പറഞ്ഞാൽ ദുഃഖം എന്നാണ്. കെയർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ. കെയർ എന്ന് പറഞ്ഞാൽ നമ്മളെ പരിചരിക്കുക അല്ലേ, കെയർ ചെയ്യുക, നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ്. അപ്പോൾ ആ ഒരു കൂട്ടുകാരൻ, നമ്മുടെ കൂടെ നിൽക്കുന്ന കൂട്ടുകാരൻ, നമ്മുടെ എല്ലാ സുഖത്തിലും അതുപോലെ തന്നെ ദുഃഖത്തിലൊക്കെ നിൽക്കുന്ന ആളായിരിക്കും. നമ്മുടെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും നിൽക്കുന്ന ആളായിരിക്കും, നമ്മളെ പരിചരിക്കുന്ന ഒരാളായിരിക്കും. ഹീ കംസ് ബൈ ചാൻസ് ബട്ട് സ്റ്റേസ് ബൈ ചോയ്സ്. ഹീ കംസ് ബൈ ചാൻസ്. നമുക്ക് നമ്മുടെ അടുത്തേക്ക് വരുന്നവരും പോകുന്നവരെയൊക്കെ പിടിച്ചിട്ട് കൂട്ടുകാരാക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ. ഹീ കംസ് ബൈ ചാൻസിലാണ് അല്ലേ, പെട്ടെന്ന് വരുന്നതാണ്, ഒരു ആക്സിഡൻ്റലി സംഭവിക്കുന്നതാണ്. അവർ നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ബട്ട് സ്റ്റേസ് ബൈ ചോയ്സ്. പക്ഷെ നമ്മുടെ കൂടെ എല്ലാവരും നിൽക്കുന്നുണ്ടോ? അപ്രതീക്ഷിതമായിട്ട് കടന്നു വരുന്ന ചിലർ അല്ലേ, അവരാണ് നമ്മുടെ കൂട്ടുകാരായിട്ട് മാറുന്നത്. ബട്ട് സ്റ്റേസ് ബൈ ചോയ്സ്. ഒരുപാട് പേര് അങ്ങനെ വരുന്നുണ്ട്, പക്ഷെ അതിലെല്ലാവരും നമ്മുടെ കൂടെ നിൽക്കുന്നില്ല. നമ്മുടെ ഫ്രണ്ടായിട്ട് കൂടെ നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് ആളുകൾ മാത്രമാണല്ലേ നിൽക്കുന്നത്. അപ്പം നമ്മളെ ഫ്രണ്ടായിട്ട് തിരഞ്ഞെടുത്തവർ മാത്രമാണ് നമ്മുടെ കൂടെ എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുള്ളൂ. അല്ലെങ്കിൽ എല്ലാവരും നമ്മുടെ ഫ്രണ്ടാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ കൂടെ ഉണ്ടാവുമോ? ഇല്ല. ഹി കംസ് ബൈ ചാൻസ്. ഒരു ചാൻസിൽ വരുന്നതാണ്. ബട്ട് സ്റ്റേസ് ബൈ ചോയ്സ്. പക്ഷെ നമ്മുടെ കൂടെ നിലനിൽക്കണമെന്നുള്ളത് അവർ തിരഞ്ഞെടുക്കുന്നതാണ് അല്ലേ, ഒരു ചോയ്സാണ്. യുവർ പ്രൈസസ് ഹീ ഈസ് ക്വിക്ക് ടു വോയിസ്. യുവർ പ്രൈസസ് ഹീ ഈസ് ക്വിക്ക് ടു വോയിസ്. അവർ നിങ്ങളെക്കുറിച്ച് എന്താണ്? പ്രൈസസ് എന്ന് പറഞ്ഞാൽ കോംപ്ലിമെൻ്റ് ആണ് അല്ലേ, പ്രശംസിക്കുക.
അവരെ എന്താണ് നിങ്ങളെ കുറിച്ചിട്ട് അവരെന്താണ് ഒരുപാട് പ്രശംസിച്ച് നടക്കൂലേ. ഒരു നല്ല കൂട്ടുകാരൻ എന്താണ് നിങ്ങളുടെ എല്ലാ സുഖത്തിലും ദുഃഖത്തിലും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. അവർ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും. പക്ഷെ അപ്രതീക്ഷിതമായിട്ടായിരിക്കും കടന്നു വരുന്നത് അല്ലേ, ഒരു ചാൻസിൽ വരുന്നതാണ്. പക്ഷെ ഒരു ചോയ്സ്, അവർ നമ്മുടെ കൂടെ നിൽക്കണോ എന്നുള്ളതൊരു ചോയ്സ് ആണ് അല്ലേ, അവർ തിരഞ്ഞെടുക്കുന്നതാണ്. അപ്പോൾ അവരെന്തായിരിക്കും, നല്ല കൂട്ടുകാരൻ നമ്മളെ പ്രശംസിക്കും, നമ്മളെ എല്ലാ കാര്യങ്ങളെയും കുറിച്ചിട്ട് അവളെ പ്രശംസിച്ചുകൊണ്ട് നടക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒന്നാമത്തെ ഒരു സ്റ്റാൻസയിൽ പറയുന്നത്. ഇനി നമുക്ക് അടുത്ത സ്റ്റാൻസ ഒന്ന് നോക്കാം. നോ ഗ്രീവിയസ് ഫോൾട്ട് ഓർ പാസിംഗ് വിം ക്യാൻ മേക്ക് ആൻ എനിമി ഓഫ് ഹിം ആൻഡ് ദോ യുവർ നീഡ് ബി ഗ്രേറ്റ് ഓർ സ്മോൾ ഹിസ് സ്ട്രെങ്ത് ഈസ് യുവേഴ്സ് ത്രൂ ഔട്ട് ഇറ്റ് ഓൾ. നോ ഗ്രീവിയസ് ഫോൾട്ട് ഓർ പാസിംഗ് വിങ്. ഗ്രീവിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രീവിയസ് എന്ന് പറഞ്ഞാൽ സീരിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ വലിയ. ഫോൾട്ട് എന്ന് പറഞ്ഞാലോ മിസ്റ്റേക്ക് അല്ലേ, തെറ്റുകളാണ്. ഓർ പാസിംഗ് വിങ് എന്ന് പറഞ്ഞാൽ, പാസിംഗ് എന്ന് പറഞ്ഞാൽ വന്നു പോയിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ വിം എന്ന് പറഞ്ഞാൽ എന്താണ്? സഡൻ ഡിസയർ ആണ് അല്ലേ, താൽക്കാലികമായിട്ട് പെട്ടെന്നൊക്കെ ഉണ്ടാവുന്ന ഒരു ആവേശമാണ്. അപ്പം നിങ്ങൾ ചെയ്യുന്ന വലിയ തെറ്റുകൾ, ഗ്രീവിയസ് ഫോൾട്ട് ആണെങ്കിലും പാസിംഗ് വിം, നിങ്ങൾക്ക് വന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആവേശങ്ങൾ, പെട്ടെന്നൊക്കെ ഉണ്ടാവുന്ന ആവേശങ്ങളാണെങ്കിലും അതൊന്നും എന്താണ്? ക്യാൻ മേക്ക് ആൻ എനിമി ഓഫ് ഹിം. അതൊന്നും അവനെ നിങ്ങളുടെ ശത്രുക്കളാക്കുന്നില്ല, ഫ്രണ്ടിനെ നിങ്ങളുടെ ശത്രുക്കളാക്കുന്നില്ല. എനിമി എന്ന് പറഞ്ഞാൽ ശത്രുക്കൾ എന്നാണ്. അപ്പം നിങ്ങൾ ചെയ്യുന്ന വലിയ തെറ്റുകൾ അല്ലേ, ഗ്രീവിയസ് ഫോൾട്ട്, വലിയ മിസ്റ്റേക്ക് ആണെങ്കിലും അല്ലെങ്കിൽ പാസിംഗ് വീം, നിങ്ങൾക്ക് പെട്ടെന്ന് വന്നു പോയിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ആവേശങ്ങളാണെങ്കിലും അതൊന്നും എന്താണ്? അവനെ നിങ്ങളുടെ ശത്രുവാക്കുന്നില്ല. ആൻഡ് ദോ യുവർ നീഡ് ബി ഗ്രേറ്റ് ഓർ സ്മോൾ ഹിസ് സ്ട്രെങ്ത് ഈസ് യുവർ ത്രൂ ഔട്ട് ഇറ്റ് ഓൾ. ആൻഡ് ദോ യുവർ നീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആവശ്യങ്ങൾ അല്ലേ, നിങ്ങളുടെ റിക്വയർമെൻറ്റ്സ് ആണ്, ആവശ്യങ്ങളാണ്. നിങ്ങളുടെ ആവശ്യങ്ങൾ ഗ്രേറ്റ് ഓർ സ്മോൾ, ഗ്രേറ്റ് വലുതാണെങ്കിലും അല്ലെങ്കിൽ ചെറുതാണെങ്കിലും ഹിസ് സ്ട്രെങ്ത് ഈസ് യുവർ ത്രൂ ഔട്ട് ഇറ്റ് ഓൾ. ഹിസ് സ്ട്രെങ്ത്, നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ ശക്തി അല്ലേ, അത് നിങ്ങളുടെ കൂടെ ത്രൂ ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ കൂടെ മുഴുവൻ സമയത്ത് അല്ലെങ്കിൽ മുഴുവൻ കാലത്തും അത് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ഇവിടെ എന്താ പറയുന്നത്? നിങ്ങളുടെ ആവശ്യങ്ങൾ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഒക്കെ എന്താണ്? അവൻ നിങ്ങളുടെ കൂടെ എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കും. അവൻ്റെ ശക്തി അല്ലേ, സ്ട്രെങ്ത്, അവൻ്റെ കരുത്ത് നിങ്ങളുടെ കൂടെ എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കും. അവൻ എപ്പോഴും നിങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങൾ ചെയ്യുന്ന വലിയ തെറ്റുകളും അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് വന്നു പോകുന്ന നിങ്ങളുടെ ആവേശങ്ങളാണെങ്കിലും അതൊന്നും എന്താണ്? അവനെ നിങ്ങളുടെ ശത്രുക്കളാക്കുന്നില്ല. അവൻ എപ്പോഴും എല്ലായ്പ്പോഴും നിങ്ങളുടെ ഫ്രണ്ട് എന്താണ്? നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. അതാണ് ഈ ഒരു സെക്കൻഡ് സ്റ്റാൻസയിൽ പറയുന്നത്. No matter where your path may turn, your welfare is his chief concern. No matter what your dream may be, he prays your triumph soon to see. നോ മാറ്റർ വേർ യുവർ പാത്ത് മേ ടേൺ. പാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? വഴി അല്ലേ. നിങ്ങളുടെ വേർ യുവർ പാത്ത് മേ ടേൺ, നിങ്ങളുടെ വഴി എങ്ങോട്ട് തിരിഞ്ഞാലും യുവർ വെൽഫെയർ ഈസ് ഹിസ് ചീഫ് കൺസേൺ. നിങ്ങളുടെ വെൽഫെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? വെൽബീയിങ് ആണ്, ഹാപ്പിനെസ് ആണ്. നിങ്ങളുടെ ഹാപ്പിനെസ് ആയിരിക്കും എന്ത്? അവൻ്റെ ചീഫ് കൺസേൺ. ചീഫ് എന്ന് പറഞ്ഞാൽ മെയിൻ, പ്രധാനപ്പെട്ട. കൺസേൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ചിന്ത. നിങ്ങളുടെ സന്തോഷമാണ് അവൻ്റെ പ്രധാനപ്പെട്ട ചിന്ത, അല്ലെങ്കിൽ നിങ്ങളുടെ സന്തോഷത്തിനാണ് അവൻ എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. No matter what your dream may be, he prays your triumph soon to see. No matter what your dream may be. Dream എന്ന് പറഞ്ഞാൽ സ്വപ്നം. നിങ്ങളുടെ സ്വപ്നം എന്തുമായിക്കൊള്ളട്ടെ, he prays your triumph soon to see. praise എന്ന് പറഞ്ഞാൽ എന്താണ്? വിഷയം അല്ലെ, പ്രാർത്ഥിക്കുക എന്നാണ്. എന്തിനു വേണ്ടിയിട്ട്? ട്രിംഫ് എന്ന് പറഞ്ഞാൽ സക്സസ് അല്ലെങ്കിൽ വിജയം എന്നൊക്കെയാണ് കേട്ടോ. അപ്പം നിങ്ങളുടെ സ്വപ്നം എന്തുമായിക്കൊള്ളട്ടെ, നിങ്ങൾ അതിൽ വിജയിച്ച് കാണാൻ വേണ്ടിയിട്ട്, സക്സസ് ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് ആളെപ്പോഴും എന്ത് ചെയ്യും? പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും അല്ലേ. അപ്പം നിങ്ങളുടെ സന്തോഷമാണ് നിങ്ങളുടെ കൂട്ടുകാരനെ ഏറ്റവും വലുത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവൻ എന്ത് ചെയ്യും? പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും നിങ്ങളുടെ സക്സസ് കാണാൻ വേണ്ടിയിട്ട്. There is no wish your tongue can tell, but what it is your friends as well. The life of him who has a friend is double guarded to the end. There is no wish your tongue can tell, but what it is your friends as well. നിങ്ങളുടെ ആഗ്രഹം അല്ലേ, നിങ്ങളുടെ ആഗ്രഹം എന്തും ആയിക്കൊള്ളട്ടെ, നിങ്ങളത് പറഞ്ഞാലും ഇല്ലെങ്കിലും അത് നിങ്ങളുടെ ഫ്രണ്ടിനെ നന്നായിട്ട് അറിയാം അല്ലേ. നിങ്ങളുടെ ആഗ്രഹങ്ങൾ, വിഷയം എന്തെങ്കിലും കൊള്ളട്ടെ. ടങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടങ് എന്ന് പറഞ്ഞാൽ നാവാണ്. നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങളത് പറഞ്ഞിട്ടില്ലെങ്കിലും നിങ്ങളുടെ ഫ്രണ്ടിന് അത് നന്നായിട്ട് അറിയാം. കാരണം എന്തായിരിക്കും? നിങ്ങളുടെ ആഗ്രഹമൊക്കെ തന്നെയായിരിക്കും നിങ്ങളുടെ കൂട്ടുകാരുടെയും ആഗ്രഹം അല്ലേ. ദ ലൈഫ് ഓഫ് ഹിം ഹൂ ഹാസ് എ ഫ്രണ്ട് ഈസ് ഡബിൾ ഗാർഡഡ് ടു ദി എൻഡ്.
ദ ലൈഫ് ഓഫ് ഹിം ഹൂ ആസ് എ ഫ്രണ്ട്. നിങ്ങൾക്ക് നല്ലൊരു കൂട്ടുകാരനുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം എങ്ങനെയാകുന്ന പറയുന്നത്? ഈസ് ഡബിൾ ഗാർഡഡ് ടു ദി എൻഡ്. ഡബിൾ ഗാർഡഡ് എന്ന് പറഞ്ഞാൽ, ഡബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇരട്ടിയായിട്ടുള്ളത് അല്ലേ? ഗാർഡഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്, സംരക്ഷിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതാവസാനം വരെ എന്താണ് അത്? ഇരട്ടി സംരക്ഷണത്തിലായിരിക്കും. നിങ്ങൾക്ക് ഇതുപോലെ നല്ലൊരു കൂട്ടുകാരനുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം എന്താണ്? അവസാനം വരെ ഇരട്ടി സംരക്ഷണത്തിലായിരിക്കും. ഒന്ന് നിങ്ങളുടെ പ്രൊട്ടക്ഷനും ഉണ്ടായിരിക്കും, നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ പ്രൊട്ടക്ഷനും കൂടെ അല്ലേ? അപ്പോൾ നിങ്ങളുടെ ജീവിതം എന്താണ്? ഇരട്ടി സംരക്ഷണത്തിലായിരിക്കും എന്നാണ് പറയുന്നത്. എന്താണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ? നിങ്ങൾ പറഞ്ഞാലും ഇല്ലെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സിന് അത് നന്നായിട്ട് അറിയാം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട് നിങ്ങളുടെ അവസാനം വരെ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളായിരിക്കില്ല. നിങ്ങളുടെ സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും എല്ലാ കാര്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കാണെങ്കിലും എല്ലാത്തിനും കൂടെ നിൽക്കുന്ന ആളായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു ഡബിൾ ഗാർഡനാണ്, ഇരട്ടി സംരക്ഷണമാണ്, ഡബിൾ പ്രൊട്ടക്ഷനാണ് നിങ്ങൾക്ക് ജീവിതാവസാനം വരെ കിട്ടുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പോയത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു പോയത്തിൻ്റെ മീനിങ്.